ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ തമ്പലയും കണ്ടപ്പോൾ തന്നെ എന്താണ് ടോപ്പിക് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന് പറയുന്ന വൈദികനെ ചാട്ടവാറിനടിക്കണം. കർത്താവ് ഈശോ മിശിഹ കുരിശിൽ കിടക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം നേരിട്ടിറങ്ങി വന്ന് അത് ചെയ്യാത്തത്. നമ്മുടെ സീക്രട്ട് ഏജന്റ് സായിച്ചേട്ടൻ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഒരു ബൈറ്റിനകത്ത് പ്രസക്തമായിട്ടുള്ള ഭാഗമാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന് പറയുന്ന വൈദികന്റെ പ്രതികരണം ഓൾറെഡി നമ്മുടെ അനീഷ് വ്ലോഗ് എന്ന് പറയുന്ന ചാനലിലൂടെ വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഞാൻ ആരെയും അനുകൂലിക്കാണ്ടോ പ്രതികൂലിക്കാനായിട്ടോ അല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മറിച്ച് നമ്മുടെ സായിച്ചേറിന് പറ്റിയ ഒരു മിസ്റ്റേക്ക് അതൊന്ന് തിരുത്തുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് ക്രൈസ്തവ മതത്തിന്റെ ചരിത്രം പറയുന്നത്, അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരുത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം. കാരണം മറ്റൊന്നുമല്ല, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ്റെ കുറച്ച് കസിൻസ് ക്രൈസ്തവ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അവരുടെ ഒപ്പം സന്ധ്യാപ്രാർത്ഥനകളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചില ഞായറാഴ്ചകളിൽ പള്ളികളിലും പോകാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്രൈസ്തവ മതവുമായിട്ട് എനിക്കൊരു ചെറിയ അടുപ്പമുണ്ട്. ഞാൻ ഇപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ പള്ളികളിലൊക്കെ പോകാറുണ്ട്. എൻ്റെ തൊട്ടടുത്തുള്ള കുരിശുപള്ളി, ഞാൻ അവിടെ മിക്കവാറും പോകാറുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പോകുന്നില്ല. കാരണം വരുന്നില്ല, എൻ്റെ ജോലി തിരക്ക് അങ്ങനെ കുറച്ചധികം ബിസി ഷെഡ്യൂളായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് അതിനൊക്കെ ചെറിയൊരു ബ്രേക്ക് എടുത്തത്. എന്നാലും അധികം ദൂരം ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പോകുന്നത് ഇപ്പോൾ തീർത്തും ഇല്ല എന്ന് തന്നെ പറയാം. എന്നാലും നമുക്ക് സായിച്ചേട്ടൻ പറഞ്ഞ ആ വാക്കുകൾ ഒന്ന് കണ്ടു നോക്കാം. ബിഷപ്പൊക്കെ അയാളൊക്കെ ചാട്ടോണ്ട് അടിക്കണം. യേശു കുരിശുമ കടന്നുകൊണ്ടാ, ഇല്ലെങ്കിൽ തിരിച്ചു വന്ന അയാളെ മൂന്നടിച്ച് പൊളിച്ചിട്ടുണ്ടാവും. സോ ഇതിനകത്ത് സായിച്ചേട്ടന് പറ്റിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. യേശു കുരിശിന്മേൽ കിടന്നിട്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹം തിരിച്ചിറങ്ങി വന്നിട്ട് ബിഷപ്പിന്റെ മോന്ത അടിച്ച് പൊളിച്ചാണ്. ഇതിനകത്ത് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റോമൻ ഗവർണർ ആയിരുന്ന പീലാത്തോസ് ക്രിസ്തുവിനെ ജൂതന്മാരുടെ ആവശ്യപ്രകാരം കുരിശിലേറ്റി. അങ്ങനെ കുരിശിലേറ്റിന്റെ 3-ാം നാൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷമാണ് നമ്മുടെ ലോകത്ത് ക്രൈസ്തവ മതം സ്ഥാപിക്കപ്പെട്ടത്. അതിനു മുൻപ് ജൂതമതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ ലോകത്ത് ക്രൈസ്തവ മതം എന്ന് പറയുന്നത് ഉണ്ടാവില്ലായിരുന്നു. അതിന് പകരം ഇന്ന് നമ്മൾ കാണുന്ന ജൂതമതവും അതേപോലെ തന്നെ ഇസ്ലാമിക മതവും മാത്രമേ ഉണ്ടാവുള്ളായിരുന്നു. അതായത് ഇതിന്റെ എല്ലാം തുടക്കം എന്ന് പറയുന്ന മതം അല്ലെങ്കിൽ ഒരു വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് ജൂതമതമാണെന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ പലസ്തീനിൽ ചെറിയൊരു സംഘർഷ കേന്ദ്രമായിട്ട് ഒരു പള്ളി മാറിയിരിക്കുന്നത്. അതിൽ 2 വിഭാഗങ്ങൾക്കും അവകാശം അവർ ഉന്നയിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലും അത്തരത്തിലുള്ള പല അവകാശവാദങ്ങൾ പലയിടത്തായിട്ട് പലരും ഉന്നയിക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളും പള്ളിയാണെന്ന് പറയുന്നത്, പള്ളി ക്ഷേത്രമാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മതം എന്ന് പറയുന്ന സാധനം ഇച്ചിരി സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തമ്മിലടിയും കാണും. നമ്മൾ സാധാരണ ഇത് പറയും, മതം മനുഷ്യന് മനസമാധാനം നൽകുന്ന ചില കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ മതം മനുഷ്യനെ തമ്മിലടിപ്പിക്കാനാണ് ഏറ്റവും അധികം ശ്രമിക്കുന്നത്. എന്നാൽ സായിച്ചേട്ടന് പറ്റിയ ഒരു തെറ്റാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത്. ക്രിസ്തു ഇപ്പോഴും കുരിശിൽ തന്നെ കിടക്കുകയായിരുന്നെങ്കിൽ, അതായത് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ ലോകത്ത് ക്രൈസ്തവ മതം ഉണ്ടാവില്ലായിരുന്നു. അത് താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണ്. ക്രിസ്തുവിന്റെ മരണശേഷം അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് ക്രൈസ്തവ മതം രൂപീകരിക്കപ്പെട്ട ശേഷം ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ യാത്ര തിരിച്ചതിൽ ക്രിസ്തുവിന്റെ ഒരു ശിഷ്യനായിട്ടുള്ള തോമസ് ലീഗ കേരളത്തിലെത്തുകയും, അതായത് ഇന്നത്തെ കൊടുങ്ങല്ലൂര് ആ ഭാഗത്തെത്തുകയും, അവിടെ നിന്നാണ് നമ്മുടെ ഇന്ത്യയിലെ ക്രൈസ്തവ മതത്തിന്റെ ചരിത്രം തുടങ്ങുന്നതെന്നാണ് ഞാൻ വായിച്ചു കേട്ടിട്ടുള്ളതും അതേപോലെ തന്നെ കഥകളിലൂടെയൊക്കെ അറിഞ്ഞിട്ടുള്ളതും ആയിട്ടുള്ള ചരിത്രം. സോ ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്താം. നിങ്ങളുടെ അഭിപ്രായം ഞാൻ മാനിക്കുകയും ചെയ്യും. എന്തായാലും നമുക്ക് ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു വേർഷൻ കഴിഞ്ഞു. ഇനി എന്തായാലും അച്ഛന് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ള കാര്യം ഒന്ന് കേട്ടു നോക്കാം. അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നമസ്കാരം അനീഷ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പൊ രാവിലെ സായി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, ബിഗ് ബോസ് സെലിബ്രിറ്റിയുടെ ഒരു
ഒരു ബൈറ്റ് എനിക്ക് അനേകർ അയച്ചു തന്നു. ഞാനത് കണ്ടു. അതിനകത്ത് അദ്ദേഹം പറയുന്നത്, ചാട്ടവാർ ഉപയോഗിച്ച് എന്നെ അടിക്കണം, യേശു കുരിശിൽ നിന്ന് ഇറങ്ങി വന്നാൽ ചാട്ടവാർ ഉപയോഗിച്ച് എന്നെ അടിക്കണമെന്നാണ് ഈ സായി എന്ന് പറയുന്ന വ്ളോഗർ അല്ലെങ്കിൽ യൂട്യൂബർ, ഈ ബിഗ് ബോസ് സെലിബ്രിറ്റി ആയിട്ട് നടക്കുന്ന ഈ ബഹുമാന്യനായിട്ടുള്ള യൂട്യൂബർ പറയുന്നത്. എനിക്ക് അദ്ദേഹത്തോട് പ്രതികരിക്കാനായിട്ടൊന്നുമില്ല. അദ്ദേഹത്തോട് എനിക്ക് പറയാനായിട്ടുള്ളൊരു മറുപടി, 2 കുടുംബങ്ങളെ തമ്മിൽ അടുപ്പിക്കുവാൻ ശ്രമിച്ചു എന്നാണ് ഇയാൾ പറയുന്ന വേർഷൻ. എന്നാൽ എനിക്ക് അയാളോട് പറയാനായിട്ടുള്ളൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2 കുടുംബങ്ങളെ അടുപ്പിക്കുവാൻ ഞാനല്ല ശ്രമിച്ചത്. ഇന്റർവ്യൂ ചെയ്യുവാൻ വന്ന ആങ്കർ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ നൽകുകയാണ് ചെയ്തത്. അതിനകത്ത് രേണു സുധിയെ പറ്റിയും രാഹുൽ ദാസ് എന്ന കിച്ചുവിനെ പറ്റിയുമുള്ള കാര്യങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് പറയേണ്ട ചില കാര്യങ്ങൾ, എന്നെ ബാധിക്കപ്പെട്ട ചില കാര്യങ്ങൾക്ക് മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശക്തമായ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇയാൾ പറയുന്നേ ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ല, സൗമ്യനായിട്ടിരിക്കണം. അയാളുടെ അഭിപ്രായം അയാൾ പറഞ്ഞെങ്കിൽ, എന്നെ ചാട്ടവാറ് കൊണ്ട് അടിക്കണമെന്ന് അയാൾ പറഞ്ഞെങ്കിൽ എന്റെ അഭിപ്രായം എനിക്ക് പറയുന്നതിന് എന്താ കുഴപ്പം? ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ആർക്കും ആരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഞാൻ ബിഷപ്പാണോ അല്ലയോ എന്നുള്ളത് തെളിയിക്കാൻ അയാൾ എന്റെ അടുത്തേക്ക് വരാൻ പറ, ഞാൻ തെളിയിക്കാം. അയാൾ ആരാ? ഒരു മത പുരോഹിതനായിട്ടിരിക്കുന്ന മതസ്ഥാപനത്തിന്റെ സ്ഥാപനത്തിന്റെ ബിഷപ്പായിട്ടിരിക്കുന്ന എന്റെ സ്ഥാനത്തെ പറ്റി ചോദ്യം ചെയ്യാൻ സായി എന്ന് പറയുന്ന വ്ളോഗർ ആരാണ്? ഈ കേരളത്തിലെ ഒരു വിഭാഗം വ്ളോഗർമാര് ചേർന്നിരുന്നുകൊണ്ട് എന്റെ വായ അടപ്പിക്കുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് നടക്കത്തില്ല. എന്റെ മുമ്പിൽ കണ്ട കാര്യങ്ങൾ എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഞാനത് പറയും. എന്റെ വായ അടപ്പിക്കാനാണ്, സത്യത്തെ മറച്ചു വെക്കാനാണ്, കണ്ണടച്ചിട്ട് ഇരുട്ടാക്കാൻ നോക്കുകയാണെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. എന്റെ കാര്യം ഞാൻ പറയും. എന്റെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങൾ ഞാൻ പറയും. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും രാഹുൽ ദാസ് എന്ന കിച്ചുവിന് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും രേണുസുധിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പലതും രേണുസുധിയുടെ കുടുംബത്തിനും കൊല്ലം സുധിയുടെ കുടുംബത്തിനും കൃത്യമായിട്ട് അറിയാം. എനിക്കത് പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്. എന്നെ കൊണ്ട് വായിക്കകത്ത് കമ്പിട്ട് കുത്തി പിന്നെയും പ്രതികരിപ്പിക്കുവാൻ, എന്നെ ചാട്ടവാർ കൊണ്ട് അടിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് എന്റെ പുറകെ പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിന് മുൻപിൽ എന്റെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നതോടൊപ്പം തന്നെ എന്നെ ബാധിക്കപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയും. യാതൊരു സംശയമില്ല. എനിക്ക് ആരെയും പേടിക്കേണ്ടതായിട്ടില്ല. നിയമത്തിന്റെ വഴിക്ക് തന്നെ ഞാൻ പോകാനാണ് തീരുമാനിക്കുന്നത്. ചില വ്ളോഗർമാർ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. ചില വ്ളോഗർമാർ എന്നെ പറ്റി അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അവർക്കെതിരെ നിയമ നടപടികളുമായിട്ട് ഞാൻ നീങ്ങിയിട്ടുണ്ട്. പിന്നെ എന്നെ ഉപദ്രവിക്കാനാണ് ഇവരുടെ ശ്രമമെങ്കിൽ തീർച്ചയായിട്ടും ഇവരെന്റെ വായിൽ കമ്പിട്ട് കുത്തുകയാണെങ്കിൽ, എന്നെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ച് ഇവർ അടങ്ങത്തുള്ളെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ്. കുടുംബം കലക്കാൻ വന്നത് ഏത് കുടുംബം കലക്കി? എന്ത് കുടുംബമാണ് ഞാൻ കലക്കിയത്? ആരുടെ കുടുംബമാണ് ഞാൻ കലക്കിയത്? ചാട്ടവാറ് കൊണ്ട് അടിക്കേണ്ടത് എന്നെയല്ല. ആ പറഞ്ഞ വ്യക്തിയുടെ ആ വാക്കുകൾ തീർച്ചയായിട്ടും ഏറ്റവും മോശമായ വാക്കാണ്. ഒരു മതസമൂഹത്തോട് മതസ്പർദ്ധ ഉളവാക്കുന്ന വാക്കാണ് അയാൾ പ്രചരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അയാൾ ആ വാക്ക് പിൻവലിക്കുന്നില്ല എങ്കിൽ അയാള് ഈ പറഞ്ഞത് എന്താണെന്നുള്ളത് പൊതുസമൂഹം മനസ്സിലാക്കും, വിലയിരുത്തും. വളരെ മോശമായ രീതിയിൽ, ഹീനമായ രീതിയിൽ, അപമാനിക്കുന്ന രീതിയിലാണ് അയാള് പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് എന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അയാൾ ശരിയാണ്, അയാൾ വലിയ നല്ലവനാണ്, സമൂഹത്തിൽ കൊള്ളാവുന്നവനാണ്, വലിയ സെലിബ്രിറ്റിയാണ്, ഒക്കെ സമ്മതിച്ചു. പക്ഷെ എന്നെ വെറുതെ വിടൂ. എന്റെ വായി കമ്പിട്ട് കുത്താൻ വരണ്ട. അത്രേ എനിക്ക് അയാളെ പറ്റി പറയാനുള്ളൂ. അയാളുടെ കാര്യം നോക്കട്ടെ, ഞാൻ എന്റെ കാര്യം നോക്കിയാണ് മുന്നോട്ട് പോകുന്നത്. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം ഇനിയും എന്നോട് ചോദിച്ചാലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയേണ്ട സമയത്ത് ഞാൻ പറഞ്ഞിരിക്കും. എനിക്ക് ആരെയും പേടിയില്ല. ഞാൻ പറയേണ്ട കാര്യം, എന്റെ കൺമുമ്പിൽ കണ്ട കാര്യവും ഞാൻ അറിഞ്ഞ കാര്യവും എനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളും എനിക്ക് പറയേണ്ടി വന്നാൽ ഞാൻ പറയാം. എനിക്കൊരു ഭയവുമില്ല. ഞാൻ ആരെയും പേടിക്കത്തില്ല. ബിഷപ്പാന്നും പറഞ്ഞ് വായെടുത്ത് സംസാരിക്കരുത്. എന്നെ വായടപ്പിക്കാൻ നോക്കുകയാണോ? നെവർ. പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞു. സോ ഇതാണ് ഫാദറിന് പറയാനുള്ളത്. ഞാൻ എന്തുകൊണ്ട് ഈ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന് പറയുന്ന വൈദികനെ വിമർശിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അദ്ദേഹം ഒരു പുരോഹിതനാണ്. അതേപോലെ തന്നെ ഒരു അൽമായ സമൂഹത്തിന്റെ അജപാലകനാണ്. ഞാൻ ആ ഒരു റെസ്പെക്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ആ തിരുവസ്ത്രത്തിന് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിനൊന്നും പറയാത്തത്. എന്ന് വെച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ന്യായീകരിക്കില്ല. ഇച്ചിരി പോകുന്ന കൊച്ചു പിള്ളേരെ കയറി പിടിക്കുന്ന പുരോഹിതന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. മന്ത്രവാദത്തിന്റെ പേരിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ ക്രൈസ്തവ സഭകളിലും ഉണ്ട് അത്തരത്തിലുള്ള ചില പുഴുക്കത്തുകൾ. അവരെ ആരും ഞാൻ ന്യായീകരിക്കില്ല, ഞാൻ എടുത്തിട്ട് അലക്കുകയും ചെയ്യും. പക്ഷെ ഇദ്ദേഹത്തിനോട് എനിക്കൊരു റെസ്പെക്ട് ഉണ്ട്. കാരണം ഇദ്ദേഹത്തിന്റെ
സന്മനസ്സുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി ആളുകൾ തൃക്കൊടുത്താനം എന്ന് പറയുന്ന പ്രദേശത്തുണ്ട്. ആ ഒരു ആളുകളെ എല്ലാം അത്യാവശ്യം എനിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഒരിക്കലും ഇദ്ദേഹത്തിനെ തള്ളിപ്പറയാനോ അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താനോ തയ്യാറാകില്ല. അതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്ത് വേണേലും എന്നെ പറയാം. പക്ഷെ എനിക്ക് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് അത്യാവശ്യം ധാരണകളുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇതേവരെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഈ അച്ഛനുമായിട്ട് കോണ്ടാക്ട് ഉള്ള ധാരാളം ആളുകൾ എൻ്റെ സൗഹൃദ വലയത്തിലുണ്ട്. അവരിൽ നിന്ന് ഞാൻ പല കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഒരു മനുഷ്യനെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങിയത്. അത് ഞാൻ ഒരു കാരണവശാലും മാറ്റി വെക്കില്ല. കാരണം ഒരു വീട് സ്വന്തമായിട്ട് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഒരു ഭൂമി മേടിച്ച് ഒരു വീട് വെക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സ്വപ്നമാണ്. ആ ഒരു സ്വപ്നം കൊണ്ടു നടക്കുന്ന എനിക്ക് വണ്ടർ അടിക്കുന്ന ഒരു സമ്മാനിച്ച വ്യക്തിയാണ് ഈ പറയുന്ന ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലി എന്ന് പറയുന്ന വൈദികൻ. കാരണം മറ്റൊന്നുമല്ല, ഇദ്ദേഹത്തിന്റെ പൂർവികരായിട്ട് ഇദ്ദേഹത്തിന് കൈമാറി കൊടുത്ത സ്വത്തിന്റെ വിഹിതം അത് രേണുവിന്റെ സ്തുതിയുടെ 2 മക്കൾക്ക് നൽകി. അതുകൂടാതെ നിരവധി പാപങ്ങൾക്ക് നൽകി. അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു വ്യക്തിയെ ഒരു തരത്തിലും ആക്രമിക്കാണ്ട് എനിക്ക് താല്പര്യമില്ല. അത് തന്നെയാണ് എൻ്റെ സ്റ്റാൻഡ്. പിന്നെ അതുകൂടാതെ എനിക്ക് ഇത്തരത്തിൽ വന്ന് ഒരു പുരോഹിതനെയോ അല്ലെങ്കിൽ ഒരു മതത്തെയോ അവഹേളിക്കാനൊന്നും പറ്റില്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഒരാൾക്കെതിരെ മാത്രം ഞാൻ തുറന്ന് സംസാരിക്കും. അത് ഞാനിപ്പം അയാളുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചെന്ന് പറഞ്ഞാലും ഒന്നും പറയാനില്ല. കാരണം ഞാൻ എന്തുകൊണ്ട് അയാളെ അങ്ങനെ വിളിക്കുന്നു എന്നുള്ള വ്യക്തമായിട്ടുള്ള റീസൺ എനിക്ക് മുകളിലുള്ള ആളുകളെ ഞാൻ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ച് ഞാൻ നാളെ വന്നേച്ച് അവർ നാട്ടിലുള്ള ആളുകളെ വിളിക്കുന്നുണ്ടെങ്കിൽ തെറി പിടിക്കാനൊന്നും തയ്യാറല്ല. കാരണം എനിക്ക് തന്ത ഒന്നേ ഉള്ളൂ. ശരിയെന്നാ.